ഹൈദരാബാദിന്റെ സ്വന്തം ചാർമിനാർ 1591 ഖൂലി കുത്തബ് ഷാ എന്ന രാജാവ് പണിത ഈ ആർക്കിടെക്ചർ ഇന്നും അനേകം ടൂറിസ്റ്റുകാരെ ആകർഷിക്കുന്നതാണ്. അതായത് 434 വർഷം പഴക്കമുള്ളതാണ് ട്ടോ ചാർമിനാർ. പണ്ട് കാലത്ത് ഒരു വലിയ മഹാമാരി പടർന്നിരുന്നു. അതായത് ഒരു ഇൻഫെക്ഷ്യസ് വൈറസ് കാരണം ഒരുപാട് പേർ ദുരിതത്തിലായിരുന്നു. ഈ മഹാമാരി മാറാൻ വേണ്ടി അന്നത്തെ രാജാവായ ഖൂലി കുത്തബ് ഷാ എന്നും വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമായിരുന്നു അത്രേ. മഹാമാരിയെല്ലാം അവസാനിച്ചപ്പോൾ ദൈവത്തോടുള്ള നന്ദിയായിട്ടാണ് ചാർമിനാർ പണിതത്. ഇതൊരു വിശ്വാസത്തിന്റെ പ്രതീകമാണ്. കഷ്ടകാലം കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പുതിയ പ്രതീക്ഷ നൽകാനായി ഒരു രാജാവിന്റെ സമ്മാനം. ചാർമിനാറിന്റെ അടുത്ത് തന്നെയാണ് ലാഡ് ബസാർ, ചോടി ബസാർ, പിന്നെ കുറച്ച് ഫുഡ് സ്പോർട്സ് ഒക്കെ വരുന്നത്. വളരെ പ്രസിദ്ധമായ മാർക്കറ്റാണ് ലാഡ് ബസാർ. ബേസിക്കലി വളകൾ, മാല, ചപ്പൽസ്, പെർഫ്യൂംസ്, ബാഗ്സ് തുടങ്ങിയ എല്ലാം ഇവിടെ കിട്ടും. ഞാനും കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തു കേട്ടോ. ഇവിടെ രാവിലെ ആയാലും ഈവനിങ് ആയാലും രാത്രി ആയാലും ഈ തിരക്ക് തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് ഒരു കടയിലെ ചേട്ടൻ പറഞ്ഞത്. പക്ഷേ വാക്കിംഗ് അറൌണ്ട് ചാർമിനാർ ഈസ് വെരി ഡിഫിക്കൽട്ട്. ക്രൗഡഡ് ആയതുകൊണ്ട് മാത്രമല്ല, വളരെ അൺഹൈജീനിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചുറ്റുള്ള കടകളും ആൾക്കാരും കാരണം വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചാർമിനാർ ഒട്ടും തന്നെ മെയിൻറ്റെയിൻഡ് അല്ലാത്ത പോലെയാണ് കേട്ടോ തോന്നിയത്. ഇത്രയും മനോഹരമായ ചാർമിനാർ എത്ര കണ്ടാലും മതിവരാത്ത ഒരു ആർക്കിടെക്ചർ തന്നെയാണ്. എന്നാൽ പരിസരം കൂടി ഹൈജീനിക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കുമെന്ന് തോന്നിപ്പോകും. ഹൈദരാബാദിന്റെ ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് എലഗൻസ് ഇതെല്ലാം കൂടി ചേർന്നത് തന്നെയാണ് ചാർമിനാർ. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ചാർമിനാർ കാണാൻ കിട്ടുന്ന ഒരു അവസരം പാഴാക്കരുത് കേട്ടോ. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണേ.